ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन। प्रेम शांति सिखा के बदला सभी का जीवन। आदिदेव प्रजापिता श्री बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। सोहनी सूरत मोहनी मूरत, ज्ञान के मोती। भव्य मुख पर चंद्रमासी, चमकती ज्योति। दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम ഓം ശാന്തി. ഇന്നത്തെ മുരളി ഡേറ്റ് 4/2/2025. മുരളിയുടെ സാരം: മധുരസന്താനങ്ങളെ, ബാബ നിങ്ങൾക്ക് അവിനാശിയായ ജ്ഞാനരത്നങ്ങൾ ദാനമായി നൽകുന്നു. തും ഫിർ ഓറോം കോ ദാൻ ദേത്തെ രഹോ.
നിങ്ങളത് മറ്റുള്ളവർക്ക് ദാനം കൊടുത്തുകൊണ്ടിരിക്കൂ. ഇസി ദാൻ സേ സദ്ഗതി ഹോ ജായേഗി. ഈ ദാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകും. മധുരമായ സന്താനങ്ങളെ, ബാബ നിങ്ങൾക്ക് അവിനാശിയായിട്ടുള്ള ജ്ഞാനരത്നങ്ങൾ ദാനമായി നൽകുന്നു. നിങ്ങളവ എല്ലാവർക്കും ദാനം കൊടുത്തുകൊണ്ടിരിക്കൂ. ഈ ധ്യാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകും. ഇന്നത്തെ ചോദ്യം, കോൺസാ നയാ രാസ്ത തും ബച്ചോങ്കോ സിവായെ കോയി നഹി ജാൻത. കുട്ടികളെ, നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന, വേറെ ആർക്കും അറിയാത്ത ആ പുതിയ വഴി ഏതാണ്? നമുക്കറിയാം, വേറെ ആർക്കും അറിഞ്ഞുകൂടാ. ബാബ പറയാണ്, ഘർക്കാ രാസ്ത വ സ്വർഗ്ഗക്കാ രാസ്ത. ഒന്ന് വീട്ടിലേക്കുള്ള വഴിയും ഇതൊന്ന് സ്വർഗത്തിലേക്കുള്ള വഴിയും. ആൾക്കാർ മുക്തിക്ക് വേണ്ടിയിട്ട് ഉപവാസവും വ്രതവും എല്ലാം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എത്ര ഭക്തി ചെയ്യുന്നുണ്ട്. പിന്നെ സ്വർഗത്തിൽ പോകാൻ ഓരോരുത്തരും ഓരോന്നാണ് പറയണത്. ചിലർ പറയണ കൊല്ലും കൊല്ലയൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നല്ലേ. പക്ഷേ വീട്ടിലേക്ക് പോകാനും സ്വർഗത്തിലേക്ക് പോകാനുള്ള യഥാർത്ഥ വഴി ബാബ നേരിട്ട് പറഞ്ഞു തന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് മാത്രമേ ആ വഴി അറിയുള്ളൂ. ഘർക്കാ രാസ്ത വ സ്വർഗ ജാനേക്കാ രാസ്ത അഭി ബാബ് ദ്വാര തുമേ മില ഹെ. വീട്ടിലേക്ക് വഴിയും സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയും ബാബയിലൂടെ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. തും ജാനത്തെ ഹോ ശാന്തിധാം ഹം ആത്മാവും കാ ഘർ ഹെ. കുട്ടികൾക്ക് മനസ്സിലായി, ശാന്തിധാമം ആത്മാക്കളായ നമ്മളുടെ വീടാണ്. സ്വർഗം വേറെയാണ്, ശാന്തിധാമം വേറെയാണ്. സ്വർഗം അവിടെ മുകളിൽ എവിടെയാണെന്ന് അവർ വിചാരിക്കുന്നത് അല്ലേ. രണ്ടും വേറെ വേറെയാണ്. ये नया रास्ता सिवाय तुम्हें कोई भी नहीं जानता. നിങ്ങളല്ലാണ്ട് വേറെ ആർക്കും ഈ പുതിയ വഴി അറിഞ്ഞുകൂടാ. തും കാത്തെ ഹം കുംഭകർണയ്ക്ക് നീന്ത് ചോടോ. നിങ്ങളെല്ലാവരോടും അതുകൊണ്ടാണ് പറയണത്, ഇപ്പോൾ നിങ്ങൾ കുംഭകർണയെ പോലെ ഉറങ്ങുന്ന ഈ ഗാഠനിദ്രയിൽ നിന്ന് ഉണരൂ. ആങ്ക് ഖോലോ, കണ്ണു തുറക്കൂ. പാവൻ ബനോ, പാവനമാകൂ. പാവൻ ബൻകർ ഹി ഘർ ജാ സക്കേങ്കെ. വീട്ടിലേക്ക് പോകണമെങ്കിൽ പാവനാകണം, സ്വർഗത്തിലേക്ക് വരണമെങ്കിൽ ഗുണവാനാകണം അല്ലേ. ഈ രണ്ട് വഴിയും ബാബ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നമുക്കതറിയാം, വേറെ ആർക്കും അറിഞ്ഞുകൂടാ ഇതാണ് ചെയ്യേണ്ടത് എന്ന്. അവിടെ പാവനമായിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് മടങ്ങാനായിട്ട്. ഇന്നത്തെ ഗീതം, ഉണരൂ പ്രിയതമകളെ ഉണരൂ. ओम शांति। भगवान वाच, ये तो बाप ने समझाया है कि मनुष्य को व देवताओं को भगवान नहीं कहा जाता. ഇത് ഭഗവാൻ വാച്ചാണ്. ശിവബാബ നമുക്ക് മനസ്സാക്കി തന്നിട്ടുണ്ട്, ഏത് മനുഷ്യനെയും ദേവന്മാരെ പോലും ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ അവർക്കൊക്കെ സാകാര ശരീരരൂപമാണ്. ബാക്കി പരംപിത പരമാത്മാക്കോ നാകാരി ന സാകാരി രൂപ. പരംപിത പരമാത്മാവിന് നമ്മളെപ്പോലത്തെ ഈ പഞ്ചഭൂതം നിർമ്മിതമായിട്ടുള്ള സാകാര ദേഹവുമില്ല, സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ എനർജി ബോഡി എന്നൊക്കെ പറയുന്ന പ്രകാശ ശരീരവുമില്ല. ഇസ്ലേ ഉൻകോ ശിവ പരമാത്മായ നമഃ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശിവബാബയെ ശിവപരമാത്മായ നമഃ എന്ന് പ്രശംസിക്കുന്നത്. ബാക്കി എല്ലാവരും ദേവത എന്നേ പറയുള്ളൂ. 33 കോടി ദേവന്മാർ ദേവത എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ അർച്ചനയൊക്കെ ചെയ്യുമ്പോൾ ബ്രഹ്മ ദേവതായ നമഃ, വിഷ്ണു ദേവതായ നമഃ എന്നൊക്കെ പറയും. ശിവൻ്റെ പേര് പറയുമ്പോൾ മാത്രമേ പരമാത്മ എന്ന് പറയുള്ളൂ. അമ്മയും അല്ലെ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയും. സൂര്യൻ ദേവന, ഭൂമി ദേവ, ചന്ദ്രൻ ദേവന, വായു, വെള്ളം, പഞ്ചഭൂതങ്ങളൊക്കെ ദേവതയായിട്ട് ഉപമിക്കും. വനദേവത എന്ന് പറയും. കടൽ സമുദ്രവും ദേവതയാന്ന് പറയും. നദികളൊക്കെ ദേവിമാരാണ് എന്ന് പറയും. ഭാരതഭൂമിയെ ദേവിയാണ് എന്നാണ് പറയുന്നത്. എല്ലാം ദേവിയായിട്ടും ദേവനായിട്ടും എന്തിനു വേണമെങ്കിലും കാണാം അല്ലേ. വൃക്ഷങ്ങളെ ദേവതയായിട്ടാണ് കാണാറ്. പക്ഷേ പരമാത്മ എന്ന് ശിവബാബയെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ജ്ഞാൻ കാ സാഗർ വഹ് ഏക് ഹി ഹെ, കോയി മനുഷ്യ മേ ജ്ഞാൻ ഹോ ന സക്ത. ജ്ഞാനസാഗരം എന്ന് പ്രശംസിക്കാൻ പറ്റുന്നത് അവരൊരു ശിവബാബയെ മാത്രമാണ്. വേറെ ഒരു വ്യക്തിയിലും ജ്ഞാനമില്ല. എല്ലാവരും അന്വേഷിക്കുകയാണ്. എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ല? രചയിതാവിനെക്കുറിച്ചും രചനയെക്കുറിച്ചുമുള്ള ആദിമധ്യന്ത്യത്തിൻ്റെ ജ്ഞാനം, അഥവാ പരമാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം
ശിവബാബയുടെ തരേണ്ട വേറെ ആരുടെ അടുത്തും തന്നെ ഇല്ല. തോ ബാപ്പ് ആക്കർ ജഗാത്തെ ഹെ. അതുകൊണ്ട് ബാബയോട് വന്നിട്ട് ഉണർത്തുകയാണ്. എന്താണ് ഇന്നത്തെ പാട്ട്? ഉണരൂ പ്രിയതമകളെ ഉണരൂ, സഭി മേൽ അഥവാ ഫീമെയിൽ ഭക്തിയാ ഹെ. ശരീരം പുരുഷൻ്റെയോ സ്ത്രീയുടെയോ എന്തായിക്കോട്ടെ, എല്ലാവരും ബാബയുടെ പ്രിയതമകളാണ്. അതുകൊണ്ട് അവരോടും അതന്നെ പറയണം. പുരുഷന്മാരോടും സജ്ജനി തന്നെയാണ് പറയാറ് ബാബ. ഭഗവാൻ കോ യാദ് കർത്തെ ഹെ. എല്ലാവരും ഭക്തന്മാരാണ്, എല്ലാവരും ആ ശിവബാബയാണ് ഓർമ്മിക്കുന്നത്. ബാക്കി എല്ലാവരും വധുവാണ്, ഒരു ശിവബാബ മാത്രമാണ് വരൻ. എല്ലാവരും പ്രിയതമകളാണ്, ശിവബാബയാണ് പ്രിയതമൻ. ആ പ്രിയതമൻ എല്ലാ പ്രിയതമകളും ഓർമ്മിക്കുകയാണ്. എല്ലാവരും സീത എന്ന് പറയാം. രാമൻ എന്ന് പറയുന്നത് പരംപിത പരമാത്മാവിനെയാണ്. എന്തുകൊണ്ടാണ് രാമൻ എന്നുള്ള പേര് വെച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇത് രാവണരാജ്യമാണ്, അതിനോട് ഉപമിക്കുമ്പോൾ അത് രാമരാജ്യമാണ്. സത്യത്തിൽ രാമൻ അച്ഛനാണ് അല്ലേ, അല്ലാണ്ട് ത്രേതായുഗത്തിലെ രാമനല്ല. ആ അച്ഛനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, ഭഗവാൻ എന്നും പറയുന്നത്. യഥാർത്ഥമായിട്ടുള്ള നാമം രാമൻ എന്നല്ല, പിന്നെ ശിവൻ എന്നാണ്. തോ അബ് कहते हैं ജാഗോ, അബ് നവയുഗ ആത്ത ഹെ. അതുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ ഉണരൂ, പുതിയ യുഗം വരാറായി എന്ന്. പക്ഷേ പുരാണ ഖത്തം ഹോ രഹാ ഹെ. ഈ പഴയ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാഭാരത യുദ്ധത്തിന് ശേഷം സത്യയുഗത്തിൻ്റെ സ്ഥാപനം നടക്കുകയാണ്. ഈ ലക്ഷ്മിനാരായണൻ്റെ സാമ്രാജ്യം ഉണ്ടാകാൻ പോവുകയാണ്. പുരാണി കലിയുഗ് ഖത്തം ഹോ രഹാ ഹെ. ഈ പഴയ കലിയുഗം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലേ ബാബ് कहते हैं बच्चे കുംഭകർണയ്ക്ക് നീന്തി ചോടും. അതുകൊണ്ട് ബാബ പറയണം, മക്കളെ കുംഭകർണൻ്റെ ഉറക്കത്തെ ത്യജിക്കൂ, ഇപ്പോൾ കണ്ണു തുറക്കൂ, പുതിയ ലോകം വരാൻ പോകുകയാണ്. സ്വർഗത്തെയാണ് പുതിയ ലോകം എന്ന് പറയുന്നത്, സത്യുഗം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഇത് മക്കളെ പുതിയ വഴിയാണ്. യഹ് ഘർ വ സ്വർഗമേ ജാനേക്കാ രാസ്ത കോയി ബി നഹി ജാനത്തെ. വീട്ടിലേക്ക് പോകാനുള്ള വഴിയും സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയും ബാബ പറഞ്ഞതുകൊണ്ടാണ് നമുക്കും അറിഞ്ഞത്, അല്ലാതെ ലോകത്തിൽ വേറെ ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. സ്വർഗം അലഗ് ഹെ, ശാന്തിധാം അലഗ് ഹെ. അല്ലെ, സ്വർഗം വേറെ സ്ഥലമാണ്, ശാന്തിധാം വേറെ സ്ഥലമാണ്. ഇന്നലെ ബാബ മുരളിയിൽ ജ്ഞാനം വേറെയാണ്, യോഗ വേറെയാണെന്ന് പറഞ്ഞു. ഇന്ന് പറയണ സ്വർഗം വേറെയാണ്, ശാന്തിധാം വേറെയാണ്. അല്ലേ, രണ്ടും ഒന്നല്ല. ആൾക്കാർ വിചാരിക്കണം ശാന്തിധാം തന്നെയാണ് സ്വർഗം എന്നാണ് വിചാരിക്കുന്നത്. ശാന്തിധാമത്തിൽ ആത്മാക്കൾ വസിക്കുന്നു, അത് വേറെ സ്ഥലമാണ്. ഇപ്പോൾ ബാബ പറയണല്ലോ അവിടെ ആത്മാക്കൾ വസിക്കുന്നു, അവിടെ ദേഹമൊന്നുമില്ല. ഇപ്പോൾ ബാബ പറഞ്ഞ ഉണരൂ, രാവണരാജ്യം പതീതമായി കഴിഞ്ഞു. ഈ സമയം ഏക് ബി പവിത്ര ആത്മാ നഹി ഹോ സക്ത. ഇപ്പം ഒരാത്മ പോലും പവിത്രമല്ല. പുണ്യാത്മാ നഹി കഹെങ്കെ. ഒരൊറ്റ ആളെ പോലും പുണ്യാത്മാ എന്ന് പറയില്ല. അതുകൊണ്ടല്ലേ എല്ലാവരും ഗംഗയിൽ സ്നാനം ചെയ്യാൻ വേണ്ട കുംഭമേളയിൽ പാപം കഴുകിക്കളയാനായിട്ട് എല്ലാവരും പുണ്യാത്മാവാണെങ്കിൽ അവരെന്തിനാണ് അവിടെ വരണത്? അങ്ങനെയാണെങ്കിൽ അല്ലേ, സന്യാസിമാരും എന്തെല്ലാം സന്യാസിമാർ, ഇത്ര ഘോരമായിട്ടുള്ള കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്ന സന്യാസിമാരൊക്കെയാണ്. ഇത്ര ഘോരമായിട്ടുള്ള വ്രതങ്ങളൊക്കെ അവരുടെ, എന്തെല്ലാം അതിശയിക്കത്തക്ക കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ പാപാത്മാവാന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഗംഗയിൽ മുങ്ങാൻ വരുന്നത് കുംഭമേളയിൽ. ബല മനുഷ്യ ദാനപുണ്യ കർത്തഹൻ. ആൾക്കാർ ദാനം പുണ്യമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരൊറ്റ ആളെപ്പോലും ഈ ദാനപുണ്യം ചെയ്യുന്നവരെയും പുണ്യാത്മാന്നൊന്നും പറയാൻ പറ്റില്ല. യഹാ കലിയുഗമേ ഹേ പതീതാത്മായി. കലിയുഗം ആയപ്പോഴേക്കും എല്ലാ ആത്മാക്കളും പതീതമായി. അവിടെ എല്ലാവരും പതീതാത്മാക്കളാണ്. സത്യത്തിൽ അതേപോലെ എല്ലാവരും പാവനമായിട്ടുള്ള ആത്മാക്കളാണ്. അതുകൊണ്ട് പറയണേ, ഹേ ശിവബാബ ഇവിടെ വന്ന് ഞങ്ങളെ പാവനമാക്കിയാലും എന്നീ കലിയുഗത്തിൽ. പവിത്രതാക്കി ഈ ബാത്ത് പവിത്രതയുടെ വിഷയമാണ് ശരിക്കും. പതീതത എന്ന് വെച്ചാൽ വികാരങ്ങൾക്ക് അടിമയായിട്ടുള്ള ജീവിതം. പവിത്രത എന്ന് ചേർന്നത് വികാരങ്ങളില്ലാത്ത ജീവിതം. ഈ സമയം ബാപ്പ് ആക്കർ തും ബച്ചോं को അവിനാശി ജ്ഞാൻ രത്നോं का दान देते हैं. ഇപ്പോൾ ബാബ ഇവിടെ വന്നിട്ട് കുട്ടികളായ നിങ്ങൾക്ക് അനശ്വരമായിട്ടുള്ള ജ്ഞാനരത്നങ്ങൾ ദാനമായിട്ട് തരികയാണ്. ദുഃഖ ഗ്രഹൺ ചൂട്ട് ജായേ. അപ്പം ദുഃഖത്തിൻ്റെ ഗ്രഹണം ഇല്ലാണ്ടാകും. ഇല്ല, ഇങ്ങനെ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ വരുമ്പോൾ കത്തി നിൽക്കുന്ന സൂര്യൻ അല്ല പൂർണ്ണ ചന്ദ്രൻ പൂർണ്ണമായിട്ട് അങ്ങ് മറയ്ക്കപ്പെടുകയല്ലേ. അതേപോലെ ഇപ്പോൾ ആത്മാവ് അല്ലേ, നമ്മുടെ ഒറിജിനൽ അവസ്ഥ എന്താ? ഇപ്പോൾ നമ്മൾ എന്തായി? ഈ ഗ്രഹണം വിടണമെങ്കിൽ എന്ത് ചെയ്യണം? 5 വികാരങ്ങൾ ബാബയ്ക്ക് ദാനമായിട്ട് കൊടുക്കണം. പവിത്രബൻ സുഗുദാമേ ചലേ ജായെങ്കിൽ. ഈ 5 വികാരങ്ങൾ ബാബയ്ക്ക് ദാനമായിട്ട് കൊടുത്തിട്ട് പവിത്രമായിട്ടുള്ള ജീവിതം നയിച്ചാൽ പവിത്രമായിട്ട്
സുഖധാമത്തിലേക്കും പോകാൻ സാധിക്കും. 5 വികാരങ്ങളിൽ നമ്പർ 1 കാമവികാരമാണ്. അത് ഉപേക്ഷിക്കൂ, എന്നിട്ട് പവിത്രമാകൂ. കുതുബി കഹത്തെ ഹേ പതീത് പാവൻ ഹംകോ പാവൻ ബനാവോ. നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് ഹേ പതീത പാവന, ഞങ്ങളെ പാവനമാക്കിയാലും എന്ന്. അപ്പോൾ പതീത അർത്ഥം എന്താ? ഈ കാമവികാരമാണ്, അത് ഉപേക്ഷിക്കും. ഏ സുഖ ഓർ ദുഃഖ കാ ഖേൽ ഭാരത് കേ ലിയേ ഹി ഹെ. ഈ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളി ഭാരതത്തിൽ മാത്രമാണ് നടക്കുന്നത്. ബാബ ഭാരത് മേ ഹി ആക്കർ സാധാരണ തന്മേ പ്രവേശ് കർത്തെ ഹെ. ബാബ ഭാരതത്തിൽ വന്നിട്ട് സാധാരണ ദേഹത്തിൽ പ്രവേശിക്കുകയാണ്. फिर इनकी भी ബയോഗ്രഫി ബെഡ് സുനാത്തെ. എന്നിട്ട് ഈ ബ്രഹ്മ ബാബയ്ക്ക് തന്നെ ജന്മമരണ ചക്രത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു, ജന്മങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു. ശിവബാബ തന്നെയാണ് ബ്രഹ്മബാബയിൽ പ്രവേശിച്ചിട്ട് ബ്രഹ്മബാബയുടെയും നമ്മുടെയും ജന്മമരണ ചക്രത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. യഹേ സബ് ബ്രഹ്മൺ ബ്രാഹ്മണിയ പ്രജാപിത ബ്രഹ്മക്ക് ഔലാദ്. ഈ കുട്ടികളൊക്കെ എല്ലാവരും ബ്രാഹ്മണികളാണ്, പ്രജാപിത ബ്രഹ്മാവിൻ്റെ വംശജരാണ്. തും സബ്കോ പവിത്ര ബന്നേക്ക് യുക്തി ബത്താത്തെ ഹോ. നിങ്ങൾ മക്കളെ എല്ലാവർക്കും പോയിട്ട് പവിത്രമാകാനുള്ള യുക്തികൾ പറഞ്ഞു കൊടുക്കൂ. ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരികൾ സഹോദരൻ സഹോദരിയാണ്, എല്ലാവരും ബ്രഹ്മാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് വികാരങ്ങൾക്ക് വശവതരായിട്ട് ജീവിക്കുന്നത് നിയമവിരുദ്ധമാണ്. മക്കളെ, ഈ ഒരൊറ്റ ജന്മമാണ് നിങ്ങളുടെ ഈ ബ്രാഹ്മണ ജന്മം. ദേവതാ വർണ്ണ തും 20 ജന്മം ലേത്തെ ഹോ. 20 ജന്മം ദേവതാ വർണ്ണത്തിൽ നമ്മൾ വരുന്നുണ്ട് അല്ലേ. 8 ജന്മം സത്യയുഗത്തിൽ ദേവതയായിട്ടും 12 ജന്മം ത്രേതായുഗത്തിലും ദേവത തന്നെയാണല്ലോ. അതിന് 20 ജന്മം വരുന്നുണ്ട്. പിന്നെ വൈശ്യശൂദ്ര ജന്മത്തിൽ 63 ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. ബ്രാഹ്മൺ വർണ്ണക്ക ഏക് അന്തിം ജന്മ ഹെ. പക്ഷേ ബ്രാഹ്മണ വർണ്ണം ഈ ഒരേ ഒരു അന്തിമ ജന്മത്തിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ പവിത്രമാകണം. ബാബ് കഹത്തെ പവിത്ര ബനോ. അതുകൊണ്ട് ബാബ പറയണ അല്ലെ, ബാബ നമുക്ക് തന്നിരിക്കുന്ന 2 മുഖ്യമായിട്ടുള്ള മന്ത്രങ്ങളാണ് പവിത്ര ഭവ, യോഗി ഭവ. പവിത്രമാകൂ, യോഗിയാകൂ എന്നത്. അതുകൊണ്ട് പവിത്രമാകൂ. ബാബ്ക്ക് യാദ് അഥവാ യോഗബൽസെ വികരം ബസം ഹോങ്കെ. ബാബയെ ഓർമ്മിക്കുക, അതാണ് യോഗബലം. യോഗബലത്തിലൂടെ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത പാപങ്ങളും ഭസ്മമാകും. ഏക ജനം പവിത്ര ബന്ന ഹെ. പിന്നെ ഈ ഒരു ജന്മം പവിത്രമാകുകയും വേണം. സത്യത്തിൽ പതിതമായിട്ട് ആരും തന്നെ ഇല്ല. ഇപ്പോൾ ഇത് അന്തിമ ജന്മമാണ്. ഇവിടെ പാവനമായിട്ടുള്ള ജീവിതം നയിച്ചാൽ 21 ജന്മം നമ്മൾ സ്വാഭാവികമായി തന്നെ പാവനമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാകും. മക്കളെ, നിങ്ങൾ പാവനമായിരുന്നു, ഇപ്പോഴാണ് പതീതമായത്. അതുകൊണ്ടല്ലേ എന്നെ വിളിക്കുന്നത്. ആരാ നിങ്ങളെ പതീതമാക്കിയത്? ഈ രാവണൻ്റെ ആസുരീയമായിട്ടുള്ള അറിവ്. സിവായ മേരെ തും ബച്ചോं को രാവൺ രാജ്യസെ ദുഃഖ സെ കോയി ബി ലിബറേറ്റ് നഹി കർ സക്തെ. മക്കളെ, ഞാനല്ലാതെ ആർക്കും തന്നെ നിങ്ങളെ രാവണ രാജ്യത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കില്ല അല്ലേ. എത്ര വലിയ വലിയ ആധ്യാത്മിക ആചാര്യന്മാരൊക്കെ വന്നു. പക്ഷേ രാവണ രാജ്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു, ശക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഭി കാം ചിത പർ ബേട്ട് ഭസ്മ ഹോ പടേ. എല്ലാവരും കാമചിതയിൽ കയറിയിരുന്നിട്ട് ഭസ്മീകരിക്കപ്പെട്ടു. എനിക്കിവിടെ വന്നിട്ട് നിങ്ങളെ കാമചിതയിൽ നിന്ന് താഴേക്ക് ഇറക്കിയിട്ട് ജലം തളിച്ച് തണുപ്പിച്ച് ശീതളമാക്കിയിട്ട് പിന്നെ ജ്ഞാനചിതയിൽ കയറ്റിയിരുത്തുകയാണ്. ജ്ഞാൻ ജൽ ഡാൽന പടുത്ത ഹെ. ജ്ഞാനജലം നിങ്ങളിൽ ഒഴിക്കേണ്ടിയിരിക്കുന്നു. സബ്ക്ക് സദ്ഗതി കർണി പടെ. എല്ലാവർക്കും സദ്ഗതി ചെയ്യണം. ജോ അച്ചി രീതി പഠായി പഠിത്തേ ഹെ ഉൻകി ഹി സദ്ഗതി ഹോത്തി ഹെ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് സദ്ഗതി കിട്ടുന്നത്. ബാക്കി സബ് ചലേ ജാത്തെ ശാന്തിധാമേ. സദ്ഗതി എന്താണ്? സ്വർഗം. അല്ലാത്തവർക്കൊക്കെ സ്വർഗത്തിൽ വരാൻ പറ്റില്ല. ശാന്തിധാമത്തിൽ മിണ്ടാണ്ട് അവിടെ പോയിരിക്കും പഠിക്കാത്തവർ. സത്യുഗ് മേ സിർഫ് ദേവി ദേവതായ ഹെ ഉൻകോ ഹി സദ്ഗതി മിലി ഹുയി ഹെ. സത്യത്തിൽ ദേവി ദേവന്മാർ മാത്രമേ ഉള്ളൂ, അവർക്ക് മാത്രമാണ് സദ്ഗതി കിട്ടിയിരിക്കുന്നത്. ബാക്കി സബ്കോ ഗതി അഥവാ മുക്തി മിൽത്തി ഹെ. ബാക്കി എല്ലാവർക്കും ഗതിയാണ് കിട്ടുന്നത്, മുക്തി. 5000 വർഷ പഹലെ ഇൻ ദേവി ദേവതാओं രാജ്യത്ത 5000 വർഷം മുമ്പ് ഈ ദേവി ദേവന്മാരുടെ രാജ്യമായിരുന്നു. ലക്ഷക്കണക്കിന് വർഷത്തെ വിഷയമൊന്നുമല്ല. ബാബറുടെ മധുരമധുരമായ എൻ്റെ ഓമനകളെ, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. മന്മനാഭവ എന്ന വാക്ക് സുപ്രസിദ്ധമാണ്. ഭഗവാൻ വാച്ച് കോയി ബി ദേഹധാരിക്കോ ഭഗവാൻ നഹി കഹാ ജാത്ത ഹെ. ഭഗവാൻ വാച്ചയാണിത്. ഏത് ദേഹധാരിയെയും ഈശ്വരൻ എന്ന് പറയാൻ സാധിക്കില്ല. ആത്മാക്കൾ ഒരു ദേഹം ത്യജിച്ചിട്ട് വേറെ ദേഹം ധരിക്കുകയാണ്. ചില ജന്മത്തിൽ സ്ത്രീയുടെ ശരീരവും ചില ജന്മത്തിൽ
പുരുഷ ശരീരവും ധരിക്കുന്നു. ഭഗവാൻ കബീ ഭി ജന്മ മരൺ കെ ഖേൽ മേ നഹി ആത്ത. ഈശ്വരൻ ഒരിക്കലും ജന്മമരണത്തിൻ്റെ ഈ കളിയിൽ വരാറേയില്ല. യഹ് ഡ്രാമ അനുസാർ നൂന്ത്. ഇത് നാടകത്തിൽ ഫിക്സ്ഡാണ്. ഏക് ജന്മം നാ മിലെ ദൂസരേ സെ. ഒരു ജന്മം പോലെ അല്ല വേറെ ജന്മം, തികച്ചും വ്യത്യസ്തമാണ്. എത്ര പേരോട് നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ വിവേകാനന്ദ സ്വാമി, നമുക്ക് ആരെങ്കിലും കണ്ടിട്ട് ഇത് അദ്ദേഹം തന്നെയാണെന്ന് പറയാൻ പറ്റുന്ന പോലെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ മദർ തെരേസ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ. അല്ല, അടുത്ത ജന്മം തികച്ചും വേറെയാണ്. ഒരേപോലെ അതേപോലെ ഇത് ആ സോൾ തന്നെയായിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലത്തെ ജന്മം. ഫിർ തുമാരാ യഹ് ജനം റിപ്പീറ്റ് ഹോഗ തോ യഹി ആക്ട്. പിന്നെ അടുത്ത കൽപ്പത്തിൽ ഈ ജന്മത്തിൻ്റെ സമയത്ത് ഇതേ ആക്ടായിരിക്കും, ഇതേ ശരീരമായിരിക്കും, ഇതേ സ്വഭാവമായിരിക്കും. യഹി ഫീച്ചേഴ്സ് സബ് മിലേഗ. എല്ലാം ഇതേപോലെ കിട്ടും. ഏ ഡ്രാമ അനാദി ബനായ ഹെ. അല്ലേ, അടുത്ത കൽപ്പത്തിൽ ഡിറ്റോ ഇതേപോലെ തന്നെ. പക്ഷേ ഈ കൽപ്പത്തിൽ ഒരൊറ്റ ജന്മം പോലും അടുത്ത ജന്മം പോലെ അല്ല. ഓരോ ജന്മവും വ്യത്യസ്തമാണ്. ഈ മക്കളെ, ഈ നാടകം നേരത്തെ രചിക്കപ്പെട്ടതാണ്. ഇനി ഒന്നും രചിക്കാനായിട്ട് ബാക്കിയില്ല. ഇതിലൊരു പരിവർത്തനം കൊണ്ടുവരാൻ പറ്റില്ല. ശ്രീകൃഷ്ണ കോബി ശരീർ സത്യുഗ്മേത്ത വ ഫിർ വഹാ മിലേഗ. ശ്രീകൃഷ്ണൻ്റെ ആ ശരീരമില്ലേ, സത്യത്തിലുണ്ടായിരുന്ന ആ ശരീരം, അതേപോലത്തെ ദേഹം പിന്നെ അടുത്ത സത്യത്തിലേ കിട്ടുള്ളൂ. ഫുൾ കൽപ്പത്തിൽ സെയിം ശരീരം കിട്ടുന്നില്ല. വഹ ആത്മാത്തോ അഭിയഹ. പക്ഷെ കൃഷ്ണൻ്റെ ആത്മാ ഇപ്പം ഉണ്ട്. എവിടെയുള്ളത്? അല്ലേ, ബ്രഹ്മ ബാബ തും അഭി ജാനത്തെ ഹോ ഹം സോ ബനേങ്കെ. നിങ്ങൾക്ക് മനസ്സിലായി, നമ്മളും ദേവതയാകാൻ പോവുകയാണ് എന്ന്. ഏ ലക്ഷ്മി നാരായൺ കെ ഫീച്ചേഴ്സ് അക്യുറേറ്റ് നഹി. ഇവിടെ മനുഷ്യരെ വരച്ചിരിക്കുന്ന ലക്ഷ്മിനാരായണൻ്റെ ചിത്രമൊക്കെ ഇല്ലേ, അതൊന്നും കറക്റ്റായിട്ട് ഇതുപോലെയൊന്നും അല്ല ലക്ഷ്മിനാരായണൻ ഇരിക്കുന്നത്. സത്യമായിട്ടുള്ള ലക്ഷ്മിനാരായണൻ്റെ രൂപം ഇവിടെയുള്ള ആൾക്കാർക്ക്, ഇവിടെ തമോ ഗുണത്തിലുള്ള ആൾക്കാരല്ലേ കലിയുഗത്തിൽ, അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ബനേങ്കെ ഫിർബി വഹി. അടുത്ത കൽപ്പത്തിൽ ഇതേപോലത്തെ ചിത്രമേ വരയ്ക്കപ്പെടുള്ളൂ. ഏ ബാത്തേ നയാ കോയി സമജ്നാ സക്കെ. പുതിയവർ വന്നാലൊന്നും ഈ കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അംഗീകരിക്കാനൊന്നും പറ്റില്ല അവർക്ക്. അല്ലേ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കും. अच्छी रीति अब किसको समझाओ तब 84 का चक्र जानेंगे और समझेंगे बराबर हर एक जन्म में नाम रूप फीचേഴ്സ് आदि अलग अलग होते हैं. നിങ്ങൾ ആർക്കെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, അല്ലേ, കുറച്ച് ആഴമായിട്ട് മനസ്സിലാക്കുമ്പം യോഗമൊക്കെ ചെയ്യുമ്പം അവർ പറയും ശരിയാണ്. ഒരു കൽപ്പത്തിൽ ഓരോ ജന്മത്തിലുള്ള പേരും രൂപവും സ്വഭാവവും കർമ്മവും എല്ലാം വ്യത്യസ്തമാണ്. തൊഴിലും ബന്ധുക്കളും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ജന്മാന്തരം എന്ന് പറയുന്നത് ഒരു കൽപ്പത്തിൽ ഒരു ജന്മത്തിൽ കിട്ടിയത് ഒന്നും ആയിരിക്കില്ല അടുത്ത ജന്മത്തിൽ കിട്ടുക. ഒക്കെ മാറിയിട്ടുണ്ടാവും. ബന്ധുക്കൾ അവർ തന്നെയാണ്, പക്ഷേ റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ടാവും. ഈ ജന്മത്തിൽ അമ്മ തന്നെ അടുത്ത ജന്മത്തിൽ അമ്മ ആവണമെന്നില്ല. റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അടുത്ത കൽപ്പത്തിൽ ഇവർ ഈ ജന്മം വരുമ്പോൾ കറക്റ്റ് ഇതേപോലത്തെ ശരീരം, ഇതേ സംസ്കാരം, ഇതേ സ്വഭാവം, ഇതേ തൊഴിൽ, ഇതേ ബന്ധുക്കളൊക്കെ ഇതേപോലെ കിട്ടും. അഭി ഇൻകെ അന്തിം 84 ജനം കെ ഫീച്ചേഴ്സ് യഹ്. ആ ശ്രീകൃഷ്ണൻ്റെ അന്തിമ 84ാമത്തെ ജന്മത്തിൻ്റെ ശരീരം ഈ ബ്രഹ്മബാബയുടെ ദേഹമാണ്. ഇസ്ലേ നാരായൺ കെ ഫീച്ചേഴ്സ് കരീബ് കരീബ് ഏസെ ദിക്കായേ. അതുകൊണ്ടാണ് ശ്രീനാരായണനെയും ഏകദേശം ഇതുപോലെ നല്ല പൊക്കവും, അല്ലേ, ബ്രഹ്മബാബയുടെ നല്ലൊരു പേഴ്സണാലിറ്റി അല്ലേ, നല്ല ഐശ്വര്യമല്ലേ, അതുപോലെ കാണിച്ചിരിക്കുന്നത്. നഹിത്തോ മനുഷ്യ സമജ്നാ സക്കെ. അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, വിശ്വസിക്കില്ല. തും ബച്ചെ ജാനത്തെ ഹോ മമ്മ ബാബ ഹി യേ ലക്ഷ്മി നാരായൺ ബനത്തെ. മക്കൾക്ക് മനസ്സിലായി, മമ്മ ബാബയാണ് ലക്ഷ്മി നാരായണമാകുന്നത്. അവിടെ 5 തത്വങ്ങൾ പോലും, പഞ്ചഭൂതങ്ങളും പവിത്രമാണ്. ഇവിടെ ദേഹവും പതീതമാണ്. സത്യത്തിൽ ദേഹം പവിത്രമാണ്. ശ്രീകൃഷ്ണക്കോ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കഹത്തെ ഹെ. ശ്രീകൃഷ്ണനെ ഏറ്റവും മനോഹരം എന്നാണ് പറയുന്നത്. നാച്ചുറലായിട്ടുള്ള സൗന്ദര്യമുണ്ട് അവിടെ. യഹാ വിലായത് മേ ബല് ഗോരേ മനുഷ്യ ഹെ. ഫോറിനിൽ കുറേ നല്ല വെളുത്ത മനുഷ്യരൊക്കെ ഉള്ളത്. പറഞ്ഞു ഉनको ദേവത തൊടഹി കഹെങ്കെ. പക്ഷെ അവരെ ദേവത എന്നെങ്ങനെ പറയാൻ പറ്റും? ദേവി ഗുൺ തോ നഹി ഹെ നാ. ദിവ്യ ഗുണങ്ങളൊന്നുമില്ലല്ലോ. തോ ബാപ്പ് കിറ്റ്ന അച്ചി രീതി ബേട്ട് സംജാത്തെ ഹെ. എല്ലാ കാര്യങ്ങളും എത്ര നന്നായിട്ടാണ് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. യഹേ ഊഞ്ചത്തെ ഊഞ്ച് പടായി. മക്കളേത് ഏറ്റവും ഉയർന്ന പഠിപ്പാണ്. ഇതിലൂടെ നിങ്ങൾക്ക് എത്ര സമ്പാദ്യമാണ് ഉണ്ടാകുന്നത്. അവിടെ നിങ്ങൾക്ക് ഉള്ള ആഭരണങ്ങൾക്കും സ്വർണത്തിനും ഒന്നും കയ്യും കണക്കുമില്ല.
വഹാൻ തോ ഹീരെ ജവഹരം കെ മഹൽ തെ, അവിടെ കൊട്ടാരത്തിൽ പോലും വജ്രങ്ങളും വൈഡൂര്യങ്ങളും സ്വർണവും ഒക്കെയാണ്. അബി വസ് സബ് ഗും ഹോ ഗയ ഹെ, ഇപ്പോൾ അതൊക്കെ എവിടെയോ കാണാണ്ട് പോയി. തോ തും കിറ്റ്നെ ധനവാൻ ബനത്തെ ഹോ, മക്കളെ നിങ്ങളപ്പോൾ എത്ര ധനവാന്മാരായിക്കൊണ്ടിരിക്കുന്നത്. അപരം അപാരം സമ്പാദ്യമാണിത്, അതും 21 ജന്മങ്ങളിലേക്ക്. അപ്പോൾ എത്ര പരിശ്രമിക്കണം, ദേഹി അഭിമാനിയുമാകണം. ഞാൻ ആത്മാവാണ്, ഈ പഴയ ദേഹം ത്യജിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ പോകുകയാണ്. ബാബ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആത്മാ 84 ജന്മങ്ങളുടെ റോൾ അഭിനയിച്ച് പൂർത്തിയാക്കി. ഇപ്പം എനിക്ക് പാവനമാകണം, അതിനായി ഞാൻ ബാബയെ ഓർമ്മിക്കണം. അല്ലെങ്കിൽ ഇത് വിനാശകാലമാണ്. സജായ കാക്കർ വാപ്പിസ് ചലേ ജായെങ്കിൽ, ശിക്ഷ അനുഭവിച്ചിട്ട് പിന്നെ തിരിച്ചു പോകേണ്ടി വരും. ഹിസാബ് കിതാബ് തോ സബ്കോ ചുക്തു കർണ ഹെ, കർമ്മത്തിൻ്റെ കണക്കുകൾ എല്ലാവർക്കും തീർച്ചയായിട്ടും തീർക്കണം. ഭക്തി മാർഗത്തിൽ കാശി കൽവെട്ടിൽ ചാടുമായിരുന്നു, എന്നിട്ടൊന്നും ആർക്കും മുക്തിയൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ ഭക്തി മാർഗമാണ് മക്കളെ, ഇത് ജ്ഞാനമാർഗമാണ്. ഇസ്മേ ജീവഘാത് കർണയ്ക്ക് ദർക്കാർ നഹി രഹത്തി, ഇവിടെ ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വഹേ ജീവഘാത്, കാശി കൽവെട്ടിൽ ചാടിയിട്ട് ശരീരത്തെ പല കഷ്ണങ്ങളാക്കുകയാണല്ലോ, അത് ആത്മഹത്യയാണ്. ഫിർബി ഭാവന രഹത്തി, എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്താൽ ശിവനിൽ ലയിക്കാൻ പറ്റുന്നതാണ് അവരുടെ വിശ്വാസം. ഭാവനയുണ്ട്, മുക്തി കിട്ടുന്നതാണ് വിശ്വാസം. അതുകൊണ്ട് കുറേ പാപങ്ങളൊക്കെ ഭസ്മീകരിക്കപ്പെടുന്ന വെച്ചാൽ ശിവനെ ഓർമ്മിച്ചിട്ടാണ് ചാടുന്നത്. പിന്നെ വീണ്ടും പുതിയ ജന്മം എടുക്കുമ്പോൾ വീണ്ടും ആദ്യം ആരംഭിക്കും. അഭിത്തോ കാശി കൽവട്ക കൊയ് മുഷ്കിൽ സാഹസ്രക്ത, ഇപ്പോൾ ഒന്നും അങ്ങനെ നരബലിയാകാനൊന്നും ആരും തയ്യാറല്ല, കാശി കൽവട്ട് ചാടാൻ ആരും തയ്യാറില്ല. ഇപ്പോൾ ഗവൺമെൻറ്റും അത് ബാൻ ചെയ്തു. ബാക്കി മുക്തി വ ജീവൻ മുക്തി നഹി മിൽ സക്തി, ബാക്കി അങ്ങനെ ചാടിയാൽ പോലും മുക്തിയും ജീവൻ മുക്തിയും ഒന്നും കിട്ടാൻ പോണില്ല. ബാബ് ബിഗർ ജീവൻ മുക്തി കൊയ് ദേ നഹി സക്ത, ബാബ അല്ലാതെ വേറെ ആരും തന്നെ ജീവൻ മുക്തി നൽകാൻ സാധിക്കില്ല. ആത്മായെ ആത്തിരത്തി ഹേ ഫിർ വാപ്പസ് കേസ് ജായെങ്കിൽ, ഇപ്പോഴും ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ തിരിച്ചെങ്ങനെ പോകാൻ സാധിക്കും. ബാപ്പയാക്കർ സർവ്വക്കി സദ്ഗതിക്കർ വാപ്പസ് ലേ ജായെങ്കിൽ, ബാബയാണ് ഇവിടെ വന്നിട്ട് എല്ലാവർക്കും സദ്ഗതി നൽകിയിട്ട് തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത്. സത്യത്തിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആത്മാ തോ കഭി വിനാശ് നഹി ഹോത്തി ഹെ, അല്ലേ, ആത്മാ നശിക്കുന്നേ ഇല്ല. പിന്നെ എന്തുകൊണ്ട് അവിടെ വളരെ കുറച്ച് പേര്. ആത്മാവിനാശി ഹെ ശരീര വിനാശി ഹെ, വീണ്ടും ബാബ പറഞ്ഞു ആത്മാവിനാശിയാണ്, ദേഹവിനാശിയാണ്. സത്യത്തിൽ ദീർഘായുസ്സുണ്ട്, ദുഃഖത്തിന് വിഷയമേ ഇല്ല. അവിടെ ഒരു ദേഹം ത്യജിച്ചിട്ട് വേറെ ദേഹം എടുക്കുകയാണ്. സർപ്പത്തിൻ്റെ എക്സാമ്പിൾ പറയാറില്ലേ, എന്താണ് പറയാറ് സർപ്പത്തിൻ്റെ എക്സാമ്പിൾ? ഇല്ല, ഇത്ര ദിവസം കഴിയുമ്പോൾ പുതിയ സ്കിൻ വരും, തൊലി വരും. അപ്പോൾ പഴയ പടം പൊഴിക്കും. അതേപോലെ അത് ചാകുന്നൊന്നുമില്ലല്ലോ, പടം പൊഴിക്കുന്നല്ലേ ഉള്ളൂ. അതേപോലെ ആത്മാ മരിക്കുന്നില്ല, ശരീരം ഉപേക്ഷിക്കുകയാണ്. അതിനെ മരണം എന്ന് പറയുമോ? ദുഃഖത്തിൻ്റെ വിഷയം സന്തോഷമായിട്ട് അത് പടം പൊഴിച്ച് കളയുന്നത് പുതിയത് വന്നപ്പോൾ. ദുഃഖത്തിൻ്റെ വിഷയമൊന്നുമില്ല. സമസ്ത ഹേ ജബ് ടൈം പൂരാ ഹുവാ ഈ ശരീർ കോ ചോട് ദൂസരാ ലേങ്കെ, അതിനറിയാം ഇത്ര ദിവസമായി, അപ്പോൾ ആ ദിവസമാകുമ്പോൾ അതിന് പുതിയ ശരീരം വന്നു, അപ്പോൾ അത് കളയും. അതേപോലെ സത്യത്തിലും ഇപ്പം എൻ്റെ റോൾ കഴിഞ്ഞു, ഇനി ഞാൻ ദേഹം ത്യജിച്ചിട്ട് പുതിയ ദേഹം എടുക്കുകയാണ് എന്ന് ചിന്തിക്കും. തും ബച്ചോं को इस शरीर से डिटैच होने का अभ्यास यहाँ ही डालना है. അത്രത്തോളം അവിടെ മരണം പോലും അത്ര ലാഘവമായിട്ടാണ്. ആ സംസ്കാരം ഇപ്പം നിങ്ങൾ കൊണ്ടുവരണം. ഇവിടെ അത്രത്തോളം നിങ്ങൾ ദേഹത്തിൽ ഡിറ്റാച്ച് ആകുന്നത് ശീലമാക്കണം. ദിവസവും പരന്താമത്തെ പോയിട്ട് അവിടെ പോയിട്ട് ഉറങ്ങണം, ദേഹത്തിന് ഡിറ്റാച്ചായിട്ട്. അത് ശീലമാക്കണം, അത് അഭ്യസിക്കണം. ഹം ആത്മാ ഹേ അബ് ഹംകോ ഘർ ജാനാ ഹേ, ഞാൻ ആത്മാവാണ്, എനിക്കിപ്പോൾ വീട്ടിലേക്ക് മടങ്ങണം. പിന്നെ പുതിയ ലോകത്തിലേക്ക് വരാൻ സാധിക്കും, അപ്പോൾ പുതിയ ശരീരം ധരിക്കും. ഇത് അഭ്യസിക്കൂ. തും ജാനത്തെ ഹോ ആത്മാ 84 ശരീരം ലേത്തെ ഹെ. കുട്ടികൾക്ക് മനസ്സിലായി, ആത്മാവ് 84 ശരീരം എടുക്കുകയാണ്. മനുഷ്യനെ ഫിർ 84 ലാഖ് കഹ ദിയാ ഹെ. ആൾക്കാരാണെങ്കിൽ ഭക്തന്മാർ പറഞ്ഞ 84 ലക്ഷം പുല്ലായിട്ടും പുഴുവായിട്ടും എന്തൊക്കെയായിട്ടാണ് ജനിക്കുന്നതെന്നാണ് പറയണത്. ബാപ് കേലേത്തോ ഫിർ അൻഗിന് ടിക്കർ ഭിത്തർമേക്ക്, നമ്മളെങ്കിലും 84 ജന്മം എന്ന് പറഞ്ഞു. ശിവബാബയാണെങ്കിൽ കല്ലിലും മുള്ളിലും എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉസ്കോ കഹാ ജാത്ത ഹെ ധർമ്മക്കെ ഗ്ലാനി, അതിന് പേരാണ് ധർമ്മഗ്ലാനി. ഇത്ര ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ രചയിതാവിനെ
കല്ലും മുള്ളും തൂണും തുരുവും ഒക്കെ ദൈവമെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ എത്ര താഴത്തെ നിലയിലുള്ളതാണ് അല്ല, അതിനേക്കാൾ ഗ്രേറ്റാണ് പക്ഷികളും മൃഗങ്ങളും. 6 അറിവുള്ളവരാണ് മനുഷ്യർ. മറ്റുള്ളവർക്ക് 5 അറിവുള്ളവരുണ്ട്, 4 അറിവുണ്ട്, 3 അറിവുണ്ട്. അല്ല, ചില മൃഗങ്ങൾക്കൊക്കെ പിന്നെ പാമ്പിന് കേൾക്കാൻ ചെവിയില്ല. അത് ദേഹത്തിൽ കൂടിയാണ് അത് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ആ മകുടി ഊതുമ്പോൾ അതിൻ്റെ ദേഹത്തിന് ഇങ്ങനെ ഒരു സുഖപ്രദമായിട്ടുള്ള അനുഭവം. ഡാൻസ് കളിക്കുന്നത് അതിന് ചെവിയില്ല, ശരീരമാണ് ചെവി. കൈയും കാലും ഇല്ലല്ലോ. അപ്പോൾ അതിനാകപ്പാടെ കണ്ണുണ്ട്, വായുണ്ട്, വായുണ്ട്, 2 അറിവേ ഉള്ളൂ. ത്വക്കുണ്ട് അല്ലേ, 3 അറിവ്. ബാക്കി 6 അറിവില്ല. നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ സാധിക്കും, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും പിന്നെ വിവേകത്തിൽ കൂടി അറിയാൻ സാധിക്കും. 6 അറിവുള്ളവരാണ് നമ്മൾ. അപ്പോൾ 5 അറിവ് ഉള്ളവരെക്കാട്ടിലും താഴെ 2 അറിവുള്ളവർ, അമീബയ്ക്കൊക്കെ ആണെങ്കിൽ ഇതൊന്നുമില്ല. അങ്ങനെയുള്ളതിനോട് ഉപമിക്കാൻ ചേർത്ത് എന്താ, ബാബ എത്ര താഴെ ഇറക്കി. അതിനെയാണ് ധർമ്മഗ്ലാനി എന്ന് പറയാം. മനുഷ്യ സ്വച്ഛ ബുദ്ധി സെ ബിൽക്കുൽ തുച്ഛ ബൻ ജാത്തെ. സ്വച്ഛ ബുദ്ധി ഉണ്ടായിരുന്ന മനുഷ്യർ 100% തുച്ഛ ബുദ്ധിയായിട്ട് മാറി. അപ്പോൾ ബാബ് തുമക്കോ സ്വച്ഛ ബുദ്ധി ബനാത്തെ. ഇപ്പോൾ ബാബ വീണ്ടും നിങ്ങളെ സ്വച്ഛ ബുദ്ധിയാക്കുകയാണ്. ഓർമ്മയിലൂടെയാണ് സ്വച്ഛ ബുദ്ധിയാകുന്നത്. ബാബ് कहते हैं अब नवयुग आता है. ബാബയുടെ മക്കളെ ഇപ്പം പുതിയ യുഗം വരികയാണ്. ഉസ്കി നിശാനി യഹ് മഹാഭാരത് ലഡായി ഹെ. അതിൻ്റെ അടയാളമാണ് ഈ മഹാഭാരത യുദ്ധം. യഹ് വഹി മൂസലവും വാലി ലഡായി ഹെ. ഇത് അതേ മിസൈൽസിൻ്റെ യുദ്ധമാണ്. ഭക്തിമാർഗത്തിൽ മഹാഭാരതത്തിൽ അങ്ങനെയൊക്കെ യുദ്ധം, ദിവ്യാസ്ത്രം കൊണ്ട് യുദ്ധം നടന്നു കാണിച്ചിട്ടില്ലേ, ഇതതാണ്. ജിസ്മേ അനേക ധർമ്മ വിനാശ് ഏക് ധർമ്മ കി സ്ഥാപന ഹുയി തി. ഇതിലൂടെ ഓരോ കൽപ്പത്തിലും അനേക ധർമ്മങ്ങളുടെ വിനാശവും പിന്നെ ആദി സനാതന ദേവി ദേവതാ ധർമ്മമാകുന്ന ഒരൊറ്റ ധർമ്മത്തിൻ്റെ സ്ഥാപനയും നടന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തത് ഭഗവാനായിരിക്കണം. ശ്രീകൃഷ്ണൻ അവിടെ വരാൻ സാധിക്കില്ല, അല്ലേ? സംഗമത്തിൽ എങ്ങനെ ശ്രീകൃഷ്ണൻ വരാൻ സാധിക്കും? ജ്ഞാൻ കാ സാഗർ നിരാകാർ യാ കൃഷ്ണൻ. ജ്ഞാനസാഗരൻ നിരാകാരിയാണോ അതോ കൃഷ്ണനാണോ? കൃഷ്ണന് ഈ ജ്ഞാനമേ ഇല്ല. നാളെ കലിയുഗം വരുന്നൊന്നും കൃഷ്ണൻ അറിയില്ല, ജ്ഞാനമേ ഇല്ല. ജ്ഞാനം ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അവിടെ ഈ ജ്ഞാനം കാലഹരണപ്പെട്ടു പോകും. തുമാരെ ബി ഫിർ ഭക്തി മാർഗമേ ചിത്ര ബനേങ്കി. പിന്നെ ഭക്തി മാർഗമാകുമ്പോൾ സത്യത്രയത്തിലെ നിങ്ങളുടെ അവസ്ഥയുടെ ചിത്രങ്ങളൊക്കെ രചിക്കും. പിന്നെ പൂജ്യരായിരുന്ന നിങ്ങൾ തന്നെ പൂജ ചെയ്യാൻ തുടങ്ങും. കലകൾ കുറഞ്ഞു, ആയുബി കം ഹോത്തി ഹെ. അപ്പോൾ ആയുസ്സും കുറയും. ക്യോങ്കി ഭോഗി ബൻ ജാത്തെ. എന്താ വെച്ചാൽ വികാരങ്ങൾക്ക് അടിമയാകുമ്പോൾ ആയുസ് കുറയും, ഭോഗിയായി. അവിടെ നിങ്ങൾ യോഗിയായിരുന്നു. ऐसे नहीं कि किसके याद में योग लगाते हो. അവിടെ നമ്മൾ ഈശ്വരനെ ശിവബാബ ഒന്നും ഓർമ്മിക്കുന്നില്ല, ആരെങ്കിലും ഓർമ്മിച്ചിട്ട് യോഗമൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവിടെ പവിത്രമായിട്ടുള്ള ജീവിതമാണ്. യോഗികളുടെ എല്ലാ ലക്ഷണവും അവിടെ ഉണ്ട്. ശ്രീകൃഷ്ണനെ യോഗേശ്വരൻ എന്നതുകൊണ്ടാണ് പറയുന്നത്. വർത്തമാന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് ബ്രഹ്മബാബ ശിവബാബയുമായിട്ട് യോഗം ചെയ്യാണ്. ശ്രീകൃഷ്ണ ആത്മാ ഈ സമയം യോഗേശ്വർ ഹെ. ശ്രീകൃഷ്ണൻ്റെ ആത്മാ ഇപ്പോഴാണ് യോഗേശ്വരനായിരിക്കുന്നത്. സത്യയുഗത്തിൽ കൃഷ്ണനെ യോഗേശ്വരൻ എന്ന് പറയില്ല. വഹാത്തോ പ്രിൻസ് ബന്തി, അവിടെ രാജകുമാരനാണ്. तो तुम्हारे पिछाड़ी में ऐसी अवस्था होनी चाहिए जो सिवाय बाप के और कोई शरीर की याद न आए. മക്കളെ, നിങ്ങൾക്ക് അന്തിമ സമയത്ത് ആത്മദേഹം വിടുമ്പോൾ ഒരൊറ്റ ബാബയുടെ അല്ലാണ്ട് ഏത് ദേഹധാരുടെയും ഓർമ്മ വരാൻ പാടില്ല. അത്രത്തോളം ഇപ്പോൾ അഭ്യസിക്കണം. ശരീർ സെ ഒരു പുരാണി ദുനിയാസെ മമത്വമിട്ട് ജായ. അതുകൊണ്ട് മക്കളെ, ദേഹത്തോടും പഴയ ലോകത്തോടുള്ള മമത്വത്തെ ഇല്ലാതാക്കും. സന്യാസി രഹത്തെ തോ പുരാണി ദുനിയ മേ ഹെ പന്തു ഗർഭാർ സെ മമത്വം മിട്ടാതെ. സന്യാസിമാരും ഈ ലോകമൊന്നും വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, അല്ലെ? കുടുംബം വിട്ടു, നാട് വിട്ടു, ഈ ലോകത്തിൽ തന്നെ അവർ ജീവിക്കുന്നത്. പക്ഷേ കുടുംബത്തിനോടുള്ള മമത്വത്തെ ത്യജിക്കുകയാണ്. ബ്രഹ്മക്കോ ഈശ്വർ സമജ് ഉൻസെ योग लगाते. ബ്രഹ്മമാണ് ഭഗവാൻ എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മവുമായിട്ട് യോഗം ചേരുകയാണ്. തന്നെ ബ്രഹ്മജ്ഞാനി, തത്വജ്ഞാനി എന്നൊക്കെയാണ് പറയണത്. സമസ്തേ ഹം ബ്രഹ്മമേ ലീൻ ഹോ ജായെങ്കെ. ഞങ്ങൾ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ബാബ പറയണ ഇതൊക്കെ മിഥ്യയാണ്, ഭ്രമമാണ്. റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. എന്നെയാണ് നിങ്ങൾ സത്യം എന്ന് പറഞ്ഞതല്ലേ, സത്യം ശിവം സുന്ദരം, ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പ്രശംസിച്ചത്. तो बाप समझाते യാദ് की യാത്ര ബടി പക്കി ചായേ. ബാബയുടെ മക്കളെ ഓർമ്മയാകുന്ന യാത്ര വളരെ പക്കായിരിക്കണം. ജ്ഞാൻ തോ ബടാ സഹജ്, ജ്ഞാനം വളരെ സഹജമാണ്. ദേഹി അഭിമാനി ബന്നമേ ഹി മേനത്ത്, ദേഹി അഭിമാനി ആകാനാണ് പരിശ്രമം വേണ്ടി വരുന്നത്. ബാപ്പ് कहते കിസ്കി ബി ദേഹ് യാദനായ, കുട്ടികളെ ആരുടെയും ദേഹം ഓർമ്മ വരാൻ പാടില്ല. യഹ് ഭൂതോം കി യാദ് ഭൂത് പൂജ, ദേഹം ഓർമ്മ വരാൻ ചേർത്ത് എന്താ, ദേഹം പഞ്ചഭൂത നിർമ്മിതമല്ലേ. ഇപ്പോൾ പഞ്ചഭൂതങ്ങൾ ഓർമ്മിക്കുകയാണ്. ഭൂതപൂജയായി അതും, ഞാൻ അശരീരിയാണ്. നിങ്ങൾ എന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ഈ കണ്ണുകൊണ്ട് എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം കണ്ടിട്ടും കാണരുത്. ബുദ്ധിയിൽ ഒരേ ഒരു ബാബ മാത്രമാണ് ഉണ്ടാവേണ്ടത്. ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് ജീവിക്കും. അപ്പോൾ ധർമ്മരാജൻ്റെ ശിക്ഷകളിൽ നിന്ന് മുക്തരാകാൻ സാധിക്കും. പവിത്രമായാൽ ശിക്ഷകൾ ഇല്ലാണ്ടാകും. മക്കളെ, ഇത് വളരെ ഉയർന്ന ലക്ഷ്യമാണ് അല്ലേ. ബാബ് സമാനാവണം, എത്ര ഉയർന്ന ലക്ഷ്യം ഇത്. പ്രജയാകുക എന്നുള്ളത് സഹജമാണ്, ജ്ഞാനം കേട്ടാൽ തന്നെ ആകും. ഉസ്മേ ബി സൗക്കാർ പ്രജ ഗരീബ് പ്രജ കോൻ കോൻ ബൻ സക്തേ, അതിലും ധനവാന്മാരായിട്ടുള്ള പ്രജകളൊക്കെ ഉണ്ട്. അവിടെ നിർധനരായിട്ട് ആരുമില്ല, പ്രജകൾക്ക് പോലും വേണ്ടതിൽ പരം എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ധനവാന്മാരായിട്ടുള്ള പ്രജകളുടെ അടുത്ത് ജോലി ചെയ്യണവരും ഉണ്ട്, എല്ലാവരുടെ അടുത്ത് സേവ ചെയ്യണവരും ഉണ്ട്. ഇതൊക്കെ കുട്ടികൾക്കിപ്പം നമ്മുടെ പുരുഷാർത്ഥം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിച്ചാടിമേ തുമാരി ബുദ്ധി കാ योग रहना चाहिए बाप और घर से, ലാസ്റ്റ് നിങ്ങളുടെ ബുദ്ധിയോഗം ബാബയും വീടുമായിട്ട് മാത്രമായിരിക്കണം. അത്രത്തോളം ഇവിടെ നിങ്ങൾ അഭ്യസിക്കണം. जैसे एक्टर्स का नाटक में पाठ पूरा होता है तो बुद्धि घर में चली जाती है. നടന്മാർ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം ലാസ്റ്റ് സീന് തൊട്ട് മുമ്പായിട്ട് തന്നെ അവരുടെ ബുദ്ധിയിൽ വീടും ഭാര്യയും മക്കളും അതെല്ലാം ഓർമ്മ വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും. അതേപോലെ ഇത് പരിധിയില്ലാത്ത നാടകമാണ്, അത് പരിധിക്കുൾപ്പെട്ട നാടകമാണ്. അവിടെ വരുമാനവും പരിധിക്കുൾപ്പെട്ടതാണ്, ഇവിടെ വരുമാനവും പരിധിയില്ലാത്തതാണ്. അച്ഛ ആക്ടേഴ്സ്ക്ക് ആംദനി ബി ബഹുത് ഹോത്തി ഹെ നാ, നല്ല സൂപ്പർ സ്റ്റാർസിന് നല്ല വരുമാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ബാബ പറയണ നിങ്ങൾ ഗൃഹസ്ഥത്തിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ബുദ്ധിയോഗം അവിടെ ആയിരിക്കണം അല്ലെ, പരന്താമത്തിലായിരിക്കണം. വാ ആഷിക് മാഷിക് ഹോത്തായ ഏക് ദോക്കെ, അവിടെ ദേഹത്തിൻ്റെ ഭർത്താവും ഭാര്യയുമാണ്, പ്രിയതമനും പ്രിയതമയുമാണ്. ഇത് ആത്മാക്കൾ, എല്ലാ ആത്മാക്കളുടെയും പ്രിയതമനാണ് ശിവബാബ. ഉൻകോ ഹിസാബ് യാദ് കർത്ത, എല്ലാവരും ആ അച്ഛനെയാണ് ഓർമ്മിക്കുന്നത്. വണ്ടർഫുൾ മുസാഫിർ ഹെന്ന, അതിശയിക്കത്തക്ക യാത്രക്കാരനാണ് ശിവബാബ. വർത്തമാന സമയത്ത് ഇവിടെ വന്നിരിക്കുകയാണ്, എല്ലാവരും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സത്യമായിട്ടുള്ള പ്രിയതമൻ എല്ലാവരും ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം. ബാക്കിയുള്ളവരൊക്കെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഈ ഭൂമി തന്നെയല്ലേ, ഈ ഭൂമിയിൽ നിന്നേ കൂട്ടിക്കൊണ്ടു പോകുന്ന സത്യമായിട്ടുള്ള പ്രിയതമൻ ശിവബാബയാണ്. വ ഏക് ദോക്കോക്കെ ശരീർ പർ ആശിക്കോത്തെ ഹെ, അവർ പരസ്പരം ദേഹത്തിലാണ് ആകർഷിക്കപ്പെടുന്നത്. ഇവിടെ വികാരത്തിൻ്റെ വിഷയമേ ഇല്ല. ഉസ്കോ കഹെങ്കെ ദേഹാഭിമാൻ കാ യോഗ, അവരുടേത് ദേഹാഭിമാനത്തിൻ്റെ യോഗമാണ്. വഹ് ഭൂതോങ്കെ യാദ് ഹോഗൈ, ദേഹത്തെ ഓർമ്മിക്കാൻ ചേർത്തതാ, പഞ്ചഭൂതങ്ങളെ ഓർമ്മിക്കുകയാണ്, ഭൂതങ്ങൾ ഓർമ്മിക്കുന്നതാണ്. മനുഷ്യരെ ഓർമ്മിക്കുക എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ ഓർമ്മിക്കുകയാണ്, പ്രകൃതിയെ ഓർമ്മിക്കുകയാണ്. ഇതും പ്രകൃതിയല്ലേ, അവിടെ ദേഹത്തെ ഓർമ്മിക്കാൻ ചേർത്തതാ, പ്രകൃതിയെ ഓർമ്മിക്കുകയാണ്. ബാബ് കഹത്തെ പ്രകൃതിക്കോ ഭൂൽ മുജെ യാദ് കറു, അവരുടെ മക്കളെ ഈ പ്രകൃതിയെ പോലും മറന്നിട്ട് എന്നെ ഓർമ്മിക്കൂ. അത് നല്ല ശ്രദ്ധ വെച്ച് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ദിവ്യ ഗുണങ്ങളുണ്ടായിരിക്കണം. കോയ്സെ ബദലാലേന, പ്രതികാരം ചെയ്യുക, ആസുരി ഗുണ, ഇതും ആസുരീയ ഗുണമാണ്. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ധർമ്മം ബദലേക്ക് ബാത്തി നഹി, മതപരിവർത്തനത്തിൻ്റെ വിഷയമേ അവിടെ ഇല്ല. വഹേഹി അദ്വൈത ദേവതാധർമ്മം, അതല്ലെങ്കിലും അദ്വൈതം, ഇങ്ങനെ അവിടെ എല്ലാവരും ഒരേപോലെയാണ്. യഥാ രാജാറാണി തഥാ പ്രജ, എല്ലാവരുടെ അഭിപ്രായം ഒന്ന്, ഭാഷ ഒന്ന്, മതം ഒന്ന് അല്ലേ. അതുകൊണ്ട് ബാബ പറയുന്നത് അത് അദ്വൈതമാണ്, ദേവതാധർമ്മമാണ്. ശിവബാബ ബിഗർ കൊയ് സ്ഥാപൻ കർണ സക്കെ, ശങ്കരാചാര്യ സ്ഥാപിച്ച ധർമ്മത്തെ അദ്വൈത ധർമ്മം എന്ന് പറയും. ശിവബാബ അല്ലാണ്ട് വേറെ ആർക്കും അദ്വൈത ധർമ്മം സ്ഥാപിക്കാൻ പറ്റിയില്ല. എന്നിട്ട് എത്ര ഭിന്നത അവിടെ.
सूक्ष्म वदनवासी देवताओं को कहेंगे फरिश्ते. സൂക്ഷ്മ വദനവാസിയായിട്ടുള്ള ദേവതകളെയാണ് ഫരിസ്ത എന്ന് പറയുന്നത്. ഈ സമയത്ത് തും ഹോ ബ്രാഹ്മൺ, വർത്തമാന സമയത്ത് നിങ്ങൾ ബ്രാഹ്മണരാണ്, നാളെ ഫരിസ്തയാകാൻ പോകുകയാണ്. പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ പോകണം. അതിനുശേഷം പിന്നെ പുതിയ ലോകത്തിലേക്ക് വരും. ദേവി ഗുൺവാലെ മനുഷ്യ അർത്ഥാത് ദേവത ബനേങ്കെ. അവിടെ നിങ്ങൾ ദിവ്യ ഗുണങ്ങളുള്ള മനുഷ്യരാകും. ദിവ്യ ഗുണങ്ങളുള്ള മനുഷ്യരാണ് ദേവത. അഭി ശൂദ്ര സെ ബ്രാഹ്മൺ ബനത്തെ ഹോ. ഇപ്പോൾ നിങ്ങൾ ശൂദ്രയിൽ നിന്ന് ബ്രാഹ്മണനാകുകയാണ്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമായി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ബ്രാഹ്മണനായി. അല്ലെങ്കിൽ ആയില്ലെങ്കിൽ എങ്ങനെ ആസ്തി കിട്ടും? ബ്രാഹ്മണനായത് ആസ്തിക്ക് അർഹനാകാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രജാപിത ബ്രഹ്മ ഓർ മമ്മ ये फिर लक्ष्मी नारायण बनते हैं. ഈ പ്രജാപിത ബ്രഹ്മ ബാബയും മമ്മയും ലക്ഷ്മി നാരായണനാകുന്നു. अब देखो तुमको जैनी लोग कहते हैं हमारा जैन धर्म सबसे पुराना है. ജൈന മതത്തിലവർ പറയാറുണ്ട് ഞങ്ങളുടെ ജൈന മതം ഏറ്റവും പഴയതാണ് എന്ന്. अब वास्तव में महावीर तो आदि देव ब्रह्मा को ही कह सकते. മഹാദേവൻ എന്ന് മഹാവീരൻ എന്ന് ആദിദേവനായിട്ടുള്ള ബ്രഹ്മബാബയെ പറയാൻ പറ്റുള്ളൂ. അല്ലെ മഹാവീരൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വികാരങ്ങളെ പൂർണ്ണമായിട്ടും ജയിച്ചത് അത് ബ്രഹ്മബാബയാണ്. है ब्रह्मा ही, परंतु कोई जैन मुनि आया तो उसने महावीर नाम रख दिया है. ബ്രഹ്മബാബയാണ് മഹാവീരൻ. പിന്നെ ജൈനമുനി തനിക്ക് മഹാവീരൻ എന്ന് പേര് വെച്ചു. അഭി തും സബ് മഹാവീർ ഹോ നാ, നിങ്ങളെല്ലാവരും മഹാവീരന്മാരാണ്. അല്ലെ കാമക്രോധ ലോഭം അഹങ്കാരത്തെ ജയിച്ചവരാണ് മഹാവീരന്മാർ. മായാപ്പർ ജീത്ത് പാരഹേ ഹോ, മായയുടെ മേൽ നിങ്ങൾ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ബഹാദൂർ അല്ലേ ബലവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. സത്യസത്യമായിട്ടുള്ള മഹാവീരനും മഹാവീരണികളും നിങ്ങളാണ്. തുമാരാ നാം ഹേ ശിവശക്തി, ഷേർ പർ സവാർ. നിങ്ങളെല്ലാവരും ശിവശക്തികളാണ്. സിംഹത്തിൻ്റെ മുകളിലും കടുവട മുകളിലുമാണ് യാത്ര ചെയ്യുന്നത്. മഹാരഥിയോങ്കി ഹാത്തി പർ, പിന്നെ മഹാരഥികളെ ഇതിലെ യാത്ര ചെയ്യാം ആനയുടെ മുകളിൽ. ഫിർ ബി ബാബ് कहते हैं ബഡി ഭാരി മഞ്ചിൽ ഹെ. ബാബ വീണ്ടും പറയണം മക്കളെ ഇത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. ഏക് ബാബ് കോ യാദ് കർണ തോ വികർമ്മ വിനാശം. ഒരു ബാബയുടെ മാത്രം ഓർമ്മയുണ്ടാവണം, അപ്പോഴേ വികർമ്മങ്ങൾ വിനാശമാവുള്ളൂ. ഓർ കോയി രാസ്ത നഹി ഹെ. പാപകർമ്മങ്ങൾ ഇനി വേണമെങ്കിൽ പാപം ചെയ്യാതിരിക്കാം, പക്ഷേ ഇത്രയും കാലം ചെയ്ത പാപങ്ങൾ ഭസ്മമാകാതിരിക്കാൻ വേറെ ഒരു ഉപായവുമില്ല, ഒരു മാർഗവുമില്ല. യോഗബലത്തിലൂടെ നിങ്ങൾ മുഴുവനും വിശ്വത്തിന് മേലെ രാജ്യം ഭരിക്കുന്നവരായി തീരാണ്. ആത്മാവ് പറയാണ് ഇപ്പം എനിക്ക് വീട്ടിലേക്ക് മടങ്ങണം, ഇത് പഴയ ലോകമാണ്, ഇതിനെ ഞാൻ പരിധിയില്ലാതെ സന്യസിച്ചിരിക്കുന്നു. ഗൃഹസ്ഥ വ്യവഹാരമേ രഹത്തെ പവിത്ര ബന്ന ഹെ. ഗൃഹസ്ഥത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ പവിത്രമാകണം. പിന്നെ ഓർ ചക്രക്കോ സമജ്നെ സെ ചക്രവർത്തി രാജാ ബൻ ജായെങ്കെ. ചക്രവർത്തിയെ മനസ്സിലാക്കിയാൽ ചക്രവർത്തി രാജാവായി തീരും. अच्छा मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम सब रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. शुक्रिया बाबा शुक्रिया. धारणा के लिए मुख्य सार. ധർമ്മരാജ് की शिक्षाओं से बचने के लिए, ധർമ്മരാജൻ്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി किसी की भी देह को याद नहीं करना है. ആരുടെയും ദേഹത്തെ ഓർമ്മിക്കരുത്. इन आंखों से सब कुछ देखते हुए एक बाप को याद करना है. ഈ രണ്ട് കണ്ണുകൊണ്ടും എല്ലാം കണ്ടിട്ടും ഒരു അച്ഛനെ മാത്രം ഓർമ്മിക്കണം. അശരീരി ബന്നേക്ക് അഭ്യാസ് കർണ ഹെ. അശരീരിയാകുന്നതിന് അഭ്യസിക്കണം. പാവൻ ബന്ന ഹെ, പാവനമാകണം. രണ്ടാമത്തെ പോയിന്റ്, മുക്തി ഓർ ജീവൻ മുക്തി കാ രാസ്ത സബ്കോ ബത്താന ഹെ. മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കുള്ള വഴി എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. अब नाटक पूरा हुआ, घर जाना है. इस स्मृति से बेहद की ആംദനി ജമ കർണി ഹെ. ഇപ്പോൾ നാടകം പൂർത്തിയായി, ഇനി വീട്ടിലേക്ക് മടങ്ങണം എന്ന് സ്മരിച്ച് പരിധിയില്ലാത്ത പുണ്യകർമ്മങ്ങൾ സമ്പാദിക്കണം. ഇന്നത്തെ വരദാനം, एक सेकंड की बाजी से सारे कल्प की तकदीर बनाने वाले श्रेष्ठ
തകദീർവാൻ ഭവ. ഒരു സെക്കൻഡിൻ്റെ കളിച്ചിട്ട് മുഴുവനും കൽപ്പത്തിലേക്കുള്ള ഭാഗ്യം ഉണ്ടാക്കിയെടുക്കുന്ന ശ്രേഷ്ഠ ഭാഗ്യശാലികളായി ഭവിക്കൂ. ഈ സംഗം കെ സമയക്കോ വരദാൻ മിലാഹെ. ഈ സംഗമത്തിൻ്റെ സമയത്തിന് അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ്. ജോ ചാഹെ ജേസാ ചാഹെ ജിത്നാ ചാഹെ ഉത്നാ ഭാഗ്യ ബനാ സക്തെ. എന്ത് ഭാഗ്യമാണ് ഉണ്ടാക്കേണ്ടത്, എത്ര ഉണ്ടാക്കണോ, എങ്ങനെ ഉണ്ടാക്കണോ അത്ര ഭാഗ്യം ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റും, ഈ സംഗമത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഭാഗ്യ വിധാത ബാപ്പിനെ തക്ദീർ ബനാനയ്ക്ക് ചാബി ബച്ചോക്ക് ഹാത്ത് മേ ദീ ഹെ. ഭാഗ്യവിധാതാവായ അച്ഛൻ ഭാഗ്യം ഉണ്ടാക്കാനുള്ള താക്കോൽ കുട്ടികളുടെ കൈ തന്നിരിക്കുകയാണ്. നല്ല ശരീരം വേണമെങ്കിൽ ദേഹം കൊണ്ട് കർമ്മം ചെയ്യണം. നല്ല മനസ്സ് വേണമെങ്കിൽ മനസ്സാ സേവ ചെയ്യണം. എപ്പോഴും മനസ്സ് ശുദ്ധമായിരിക്കണം, ശുഭമായിരിക്കണം. നല്ല ബുദ്ധിശാലി ആവണം മുഴുവനും കൽപ്പത്തിൽ ഓരോ ജന്മത്തിലും എന്നുണ്ടെങ്കിൽ ഇപ്പം വിവേകം തുറന്ന് ഓരോ കാര്യങ്ങളും ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കണം, ബുദ്ധി ഉപയോഗിക്കണം. നമ്മുടെ ബുദ്ധിയുടെ പ്ലാൻ ബാബയുടെ സേവയിൽ ഉപയോഗിക്കണം. സേവയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. ധനം എല്ലാ ജന്മത്തിലും ധനവാനാകണമെന്നുണ്ടെങ്കിൽ ധനം കൊണ്ട് സേവ ചെയ്യണം. ആരോഗ്യം കിട്ടണമെങ്കിൽ ദേഹം കൊണ്ട് സേവ ചെയ്യണം. അല്ലേ, ഇങ്ങനെ എന്ത് ഭാഗ്യം വേണോ. ബന്ധുമിത്രാദികളൊക്കെ നല്ല നല്ല ബന്ധുമിത്രാദികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബന്ധുക്കളെയും ബാബയുടെ ജ്ഞാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ബാബയുടെ ബന്ധുവാക്കി അവരെ മാറ്റണം. അപ്പോഴേ ഇവരൊക്കെ ജന്മജന്മാന്തരം നമ്മുടെ ബന്ധുവായിട്ട് നമ്മുടെ കണക്ഷനിൽ വരുള്ളൂ. അതുകൊണ്ട് ബാബ പറയാണ്, എന്ത് ഭാഗ്യം ഉണ്ടാക്കണോ, എത്ര ഉണ്ടാക്കണോ, എത്രത്തോളം ഉണ്ടാക്കണോ, എങ്ങനെ ഉണ്ടാക്കണോ, അല്ല 100% വേണോ 80% എത്ര വേണോ ഇപ്പം ഉണ്ടാക്കാം. ഭാഗ്യം ഉണ്ടാക്കാനുള്ള താക്കോൽ ബാബ കുട്ടികളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ലാസ്റ്റ് വാലാബി ഫാസ്റ്റ് ജാക്കർ ഫസ്റ്റ് ആ സക്തെ ഹെ. ലാസ്റ്റിൽ വന്നവരാണെങ്കിലും നമ്മളെപ്പോൾ ജ്ഞാനത്തിൽ വന്നു എന്നുള്ളത് മുഖ്യമല്ല, എങ്ങനെ നമ്മൾ പ്രോഗ്രസ് ആവുന്നു എന്നുള്ളതാണ് മുഖ്യം. ഫാസ്റ്റായിട്ട് പോയിട്ട് ഫസ്റ്റ് ആകാൻ പറ്റും. സിർഫ് സേവാओं के विस्तार में स्वयं की स्थिति സെക്കൻഡ് മേ സാർ സ്വരൂപ് ബനാനേക്ക് അഭ്യാസ് കറോ. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പം സമർപ്പണമായിട്ടുള്ളവരായിക്കോട്ടെ ഗൃഹസ്ഥത്തിലുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൻ്റെ വിസ്താരത്തിലേക്ക് പോകുമ്പോഴും സ്ഥിതി സാരത്തിലായിരിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴും ബുദ്ധി ബാബയിലായിരിക്കണം. ബാബയുടെ ജ്ഞാനം, ബാബയ്ക്ക് എന്നിൽ നിന്നുള്ള സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ അതൊക്കെ ബുദ്ധിയിലുണ്ടായിരിക്കണം. അതിന് അഭ്യസിക്കണം. अब ये भी डायरेक्शन मिले 1 सेकंड में मास्टर बीज हो जाओ. ഇപ്പോൾ ഡയറക്ഷൻ കിട്ടിയെന്നിരിക്കട്ടെ, 1 സെക്കൻഡിൽ മാസ്റ്റർ ബീജമാകൂ എന്ന്. അപ്പോൾ ഒട്ടും സമയം എടുക്കാൻ പാടില്ല, 1 സെക്കൻഡിലാകണം. ഇസ് 1 സെക്കൻഡ് കി ബാജീസെ, ഈ 1 സെക്കൻഡിൻ്റെ കളിയിലൂടെ മുഴുവൻ കൽപ്പത്തിലേക്കുള്ള ഭാഗ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ സ്ലോഗൻ, ഡബിൾ സേവാ ദ്വാര പവർഫുൾ വായുമണ്ഡൽ ബനാവോ. ഡബിൾ സേവ ചെയ്തിട്ട് മനസ്സാ സേവയും ചെയ്യണം. നമ്മുടെ ഗുണങ്ങൾ, ശക്തികൾ ഇതൊക്കെ സേവയിൽ യൂസ് ചെയ്യണം. അപ്പോൾ പവർഫുൾ വായുമണ്ഡലം ഉണ്ടാവും. അങ്ങനെ പവർഫുൾ വായുമണ്ഡലം ഉണ്ടാക്കിയാൽ പ്രകൃതി ബി ദാസി ബൻ ജായേഗി, പ്രകൃതിയും ദാസിയാകും. ഡബിൾ സേവയിലൂടെ ശക്തിശാലി വായുമണ്ഡലം ഉണ്ടാക്കിയാൽ പ്രകൃതി പോലും ദാസിയാവും. ലാസ്റ്റ് വിനാശ സമയത്ത് പഞ്ചഭൂതങ്ങളും പരീക്ഷയായിട്ട് വരും. അപ്പോൾ പ്രകൃതി നമ്മുടെ ദാസിയാവണം ഇപ്പം. അപ്പോൾ അതിൻ്റെ ഒന്നും വിഷമമില്ലാണ്ട് നമുക്ക് നമ്മൾ പോലും അറിയേണ്ട ആത്മാവിന് ദേഹം വിടാൻ പറ്റും. അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം, പ്രകൃതി പോലും ദാസിയാവാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് എന്താണ്, ഡബിൾ സേവ ചെയ്യണം. ഇന്നത്തെ അവ്യക്ത സൂചന, ഏകാന്ത പ്രിയരാകൂ, ഏകത ഏകാഗ്രതയെ കൈവരിക്കൂ. അനേക വൃക്ഷ की डालियाँ अब एक ही चंदन का वृक्ष हो गया. അല്ല, പല മതങ്ങളിലുള്ളവർ, പല ഭാഷ പറയുന്നവർ, പല ജോലി ചെയ്യുന്ന ആൾക്കാർ, പല പ്രായത്തിലുള്ളവരെല്ലാവരും ബാബയുടെ അടുത്ത് വന്നപ്പോഴേക്കും എന്തായി, എല്ലാവരും അനേക വൃക്ഷത്തിൻ്റെ ശാഖകൾ ബാബയുടെ അടുത്ത് വന്നപ്പം ഒരു ചന്ദന വൃക്ഷമായിട്ട് മാറി. लोग कहते हैं 2-4 माताएं भी एक साथ इकट्ठी नहीं रह सकती. ലോകത്തിലൊരു പറയാണ് 3-4 അമ്മമാർ പോലും ഒരുമിച്ച് ഒരു മേൽപ്പുറയുടെ താഴെ ജീവിക്കാൻ പറ്റില്ല എന്ന്. और अभी माताएं सारे विश्व में एकता स्थापन करने के निमित्त. ഇപ്പോൾ ബാബയുടെ കുട്ടികൾ
മുഴുവൻ ലോകത്തിൽ ഒരുമ സ്ഥാപിക്കാൻ നിമിത്തമായിട്ടുള്ള സേവ ചെയ്യാണ്. മാതാവോനേഹി ഭിന്നദാമേ ഏകദാലായി ഹെ. അമ്മമാർ അഥവാ സമർപ്പണമായിട്ടുള്ള സഹോദരിമാരെയാണ് അമ്മമാരെന്ന് പറയുന്നത്. സമർപ്പണമായിട്ടുള്ള സഹോദരിമാർ ഇത്രയും പേര് അല്ലെ, പ്രത്യേകിച്ച് ഏറ്റവും തുടങ്ങിയ സമയത്ത് ഒരു മേൽക്കൂരുടെ താഴെ 400 പേര് താമസിക്കുക, ഒരു പ്രശ്നമില്ലാണ്ട് സ്നേഹത്തോടെ ഒരുമയോടെ. അങ്ങനെ ഭിന്നതയിൽ ഏകത, ഇത്രയും വെറൈറ്റിയിൽ ഒരുമ കൊണ്ടുവന്നു. ദേശ് ഭിന്ന ഹെ. ഇപ്പോഴാണെങ്കിൽ മധുബനിൽ വരുമ്പോൾ നോക്കിയേ, പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, പല ഭാഷ സംസാരിക്കുന്നവരാണ്, കൾച്ചർ വ്യത്യസ്തമാണ്. പക്ഷേ ആ എല്ലാ ഭിന്നതയിലും നിങ്ങൾ ഏകത കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുമ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ നമ്മൾ എവിടെയുണ്ടോ അവിടെ ഒരുമ ഉണ്ടാവണം, അങ്ങനത്തെ സേവ ചെയ്യണം. അച്ഛാ, ഓം ശാന്തി. ബാബയുടെ ഓർമ്മയിലിരിക്കാം.
ആ